നമ്പറിംഗ് സിസ്റ്റം കഴിഞ്ഞാൽ നമുക്ക് ലോജിക് സർക്യൂട്ടുകളിലേക്ക് വരാം. ലോജിക് സർക്യൂട്ട് പറഞ്ഞാൽ നമുക്കറിയാം സീക്വൻഷ്യൽ സർക്യൂട്ടുകളും കോമ്പിനേഷണൽ സർക്യൂട്ടുകളും അല്ലേ. അപ്പോൾ ഈ സീക്വൻഷ്യൽ സർക്യൂട്ടും കോമ്പിനേഷണൽ സർക്യൂട്ടും നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഗേറ്റ്സ് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഗേറ്റ്സിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് നമുക്ക് നേരെ സീക്വൻഷ്യൽ സർക്യൂട്ട് ലോജിക് സർക്യൂട്ട് പറയാം. അപ്പോൾ നമുക്ക് ഇന്ന് ഗേറ്റ്സ് പഠിക്കാം. ഗേറ്റ്സ് വെച്ചിട്ട് സിമ്പിൾ സർക്യൂട്ടുകൾ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നമുക്കറിയാം ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ഗേറ്റ്സ് നമുക്ക് 5 ഉള്ളത്: നോട്ട്, ഓർ, ആൻഡ്, എക്സോർ, എക്സ്നോർ. ഓക്കെ, ഇനി നമുക്ക് യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയിട്ട് നാൻഡ് ഗേറ്റ് ഉണ്ട്, നോർ ഗേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗേറ്റ്സും അതിൻ്റെ ഫങ്ഷൻസും ട്രൂത്ത് ടേബിളും ഒന്ന് നോക്കാം. ഫസ്റ്റ് വരുന്ന ഗേറ്റ് നോട്ട് ഗേറ്റാണ്. ഓക്കെ, ഈ നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോംപ്ലിമെൻ്റ് ഗേറ്റാണ്. അതിനെ നമ്മൾ ഇൻവേർട്ടർ സർക്യൂട്ട് എന്ന് പറയും, ഇൻവേർട്ടർ ഗേറ്റ് എന്ന് പറയും. ഒരു സിംഗിൾ ബിറ്റിനെ നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോട്ട് ഗേറ്റിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അല്ലേ, നമുക്കറിയാം ഒരു ബിറ്റ് എ എന്ന് പറഞ്ഞിട്ടുള്ള ബിറ്റിനെ കോംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ത് വരും? ട്രൂത്ത് ടേബിൾ ഫസ്റ്റ് 0 ആണ് ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 വരും, 1 ആണ് ഔട്ട്പുട്ട് എന്നുണ്ടെങ്കിൽ ഇൻപുട്ട് 0 വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓർ ഗേറ്റിലേക്ക് പോവാം. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓർ അഡിഷനാണ് അല്ലേ. ഓർ അഡിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ y = a+b എന്ന് എഴുതാം. ഓക്കെ, ഇതിൻ്റെ സർക്യൂട്ട് സിമ്പിൾ ഇങ്ങനെ വരും അല്ലേ. സോറി, ഇത് ആൻഡ് ഗേറ്റ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു ഓർ ഇൻപുട്ടുകൾ a, b, y ഔട്ട്പുട്ട് y = a+b എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി ഇത് അഡീഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു ബിറ്റ്, അതായത് ഇപ്പോൾ നമുക്ക് ഇത് 2 ഇൻപുട്ടാണ്, ഇനി 3 ഇൻപുട്ട് 4 ഇൻപുട്ടൊക്കെ ആയിട്ടുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് 1 വന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ത് വരും? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വന്നു കഴിഞ്ഞാൽ, ഹൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഹൈ ആവും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് വന്നാൽ മതി. ഓക്കെ, ഇനി ഫുള്ള് 0 വന്നാൽ മാത്രമേ ഔട്ട്പുട്ട് 0 വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. എ ബി 0 ആയതുകൊണ്ട് ഔട്ട്പുട്ട് 0, രണ്ടും ബോത്ത് ആർ 0, ദെൻ ഔട്ട്പുട്ട് വിൽ ബി 0. ഓക്കെ, നെക്സ്റ്റ് കണ്ട, ഇവിടെ 1 വന്നു, ഇവിടെ ഒരു 1 വരുന്നുണ്ട്, ഇവിടെ 2 1 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ 1 ഉണ്ട്. 1 ഉള്ള കേസിൽ എന്താവും? ഔട്ട്പുട്ട് 1 ആവും. ഓക്കെ, ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് എല്ലാ ഇൻപുട്ടുകളും 1 വന്നു കഴിഞ്ഞാൽ മാത്രമേ ഔട്ട്പുട്ട് 1 വരുള്ളൂ. അതായത് എല്ലാ ഇൻപുട്ടുകളും ഹൈ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവൂ. അങ്ങനത്തെ അത്തരം ഗേറ്റാണ് എന്ത്? ആൻഡ് ഗേറ്റ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. y = ab എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, a and b. ഓക്കെ, ഗേറ്റിൻ്റെ സിമ്പിൾ വരുന്നത് ഇങ്ങനെയാണ്, a b, y = ab. നമ്മൾ പറഞ്ഞു എല്ലാ ഇൻപുട്ടും 1 വന്നു കഴിഞ്ഞാൽ മാത്രമേ ഔട്ട്പുട്ട് 1 വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ മാത്രമേ എല്ലാ ഇൻപുട്ടും 1 വരുന്നുള്ളൂ. ഇവിടെയൊക്കെ ഇതിൻ്റെ 0 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ചെയ്താൽ 0 വരുന്നുണ്ട്, ഇവിടെ ഇൻപുട്ടിൽ 0 വരുന്നുണ്ട്, ഇവിടെ ഇൻപുട്ടിൽ 0 വരുന്നുണ്ട്, ഇവിടെ ഇൻപുട്ടിൽ 0 വരുന്നില്ല, എല്ലാ ഇൻപുട്ടും 1 ആണ്. ഓക്കെ, ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇപ്പോൾ നമ്മൾ നോട്ട് പഠിച്ചു, ഓർ പഠിച്ചു, ആൻഡ് പഠിച്ചു. ഓക്കെ, ഇനി നമുക്കുള്ളതാണ് എക്സോർ. എക്സോർ ഗേറ്റ് ഉണ്ട്, എക്സ്നോർ ഗേറ്റ് ഉണ്ട് ബേസിക് ഗേറ്റ്സുകളിൽ.
എക്സോർ ഗേറ്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്തിരുന്നത്? നമ്മൾ ഗ്രേ കോഡ് കൺവേർഷൻ്റെ സമയത്തൊക്കെ എക്സോർ ഗേറ്റ് യൂസ് ചെയ്തു അല്ലേ? ഗ്രേ കോഡ് കൺവേർഷൻ. ഓക്കെ, അതല്ലാതെ വേറെ ഓഡ് ബിറ്റ് ജനറേഷൻ്റെ സമയത്ത് ഓഡ് ബിറ്റ് ചെക്കർ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ബിറ്റുകളിൽ ഓഡ് നമ്പർ ഓഫ് വൺസ് വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു എക്സോർ ഗേറ്റിനെ വെച്ചിട്ട് നമുക്കത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ y ഈക്വൽ ടു എ എക്സോർ ബി ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എ പ്ലസ് ഇട്ടിട്ട് ഒരു സർക്കിൾ ഇട്ട് കൊടുക്കുക, എ എക്സോർ ബി. ഓക്കെ, അപ്പോൾ ഓഡ് ബിറ്റ് ചെക്കർ എന്ന് പറഞ്ഞാൽ എന്താ? ഓഡ് ബിറ്റ് ജനറേറ്റർ അല്ലെങ്കിൽ ഓഡ് ബിറ്റ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻപുട്ടുകളിൽ ഓഡ് നമ്പർ ഓഫ് വൺസ് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ത് വരും? 1 വരും. നോക്കിയാ, ഇനി നമുക്ക് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഇവിടെ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണോ? അല്ല, ഇവിടെ ഓഡ് നമ്പർ ഓഫ് 1 ആണ്. 0 1 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ഓഫ് 1 ആണ് ഇൻപുട്ടിൽ. ഇവിടെയും ഓഡ് നമ്പർ ഓഫ് 1 ആണ് അല്ലേ? അപ്പോൾ ഓഡ് നമ്പർ ഓഫ് 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 വരും. അപ്പോൾ ഇവിടെയും ഔട്ട്പുട്ട്. ഇവിടെ എന്ത് വരും? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഓഡ് നമ്പർ ഓഫ് 1 ആണോ? അല്ല, അപ്പോൾ ഔട്ട്പുട്ട് 0. ഇവിടെയും ഔട്ട്പുട്ട് 0 വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. നമുക്ക് എക്സോർ ഗേറ്റ് ഒന്ന് വരച്ച് നോക്കാം. എക്സോർ ഗേറ്റ് വരച്ച് നോക്കുന്ന സമയത്ത് ഇതാണ് എക്സോർ ഗേറ്റ്. ഓക്കെ, എ ബി വൈ ഈക്വൽ ടു എ എക്സോർ ബി. ഓക്കെ, നമ്മൾ എ എക്സോർ ബിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എ എക്സോർ ബി എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എ ബാർ ബി ബാർ പ്ലസ് എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് നേരെ എക്സ്നോർ ഗേറ്റിലേക്ക് പോവാം. അതായത് എക്സ്നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എക്സോർ ഗേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് എക്സോർ ഗേറ്റ്. അതായത് y ഈക്വൽ ടു എ എക്സോർ ബി എന്ന് പറയും. y ഈക്വൽ ടു എ എക്സോർ ബി. അതായത് എക്സോർ ഗേറ്റിനെ ഒരു നോട്ട് ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തൂടെ? എ എക്സോർ ബി എന്ന് പറഞ്ഞാൽ എ എക്സോർ ബി കോംപ്ലിമെൻറ്റ്. അങ്ങനെ പറഞ്ഞൂടെ? നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, അതായത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എ എക്സോർ ബി എന്ന് പറഞ്ഞാൽ എ ബാർ ബി ബാർ ഇ പ്ലസ് എ ബി എന്ന് പറയാം. ഇത് എ എക്സോർ ബിൻ്റെ ഫംഗ്ഷനാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എ എക്സോർ ബീനെ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്താൽ എ എക്സ്നോർ ബി ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് എങ്ങനെ വരാം? ഔട്ട്പുട്ട് ഇത് കോംപ്ലിമെൻറ്റ് ചെയ്തില്ല. 0നെ കോംപ്ലിമെൻറ്റ് ചെയ്താൽ 1, 0 0 1 കിട്ടും. എ എക്സോർ ബി നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് എക്സോർ ഗേറ്റ് ഒരു നോട്ട് ഗേറ്റ്. എ ബി എ എക്സ്നോർ ബി. ഓക്കെ, നെക്സ്റ്റ് നാൻഡ് ഗേറ്റ്. ഓക്കെ, നമുക്ക് ലോജിക് ഗേറ്റ്സിൽ നാൻഡ് ഗേറ്റ് ആൻഡ് നോർ ഗേറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാം. ഈ നാൻഡ് ഗേറ്റിനെയും നോർ ഗേറ്റിനെയും നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സൽ ഗേറ്റ്സ്. കാരണം ഈ നാൻഡ് ഗേറ്റോ നോർ ഗേറ്റോ, അതായത് ഇവരെ വെച്ചിട്ട് നമുക്ക് ആരൊക്കെ ഉണ്ടാക്കാം? നോട്ട് ഗേറ്റിന് ഉണ്ടാക്കാം, ഓർ ഗേറ്റിന് ഉണ്ടാക്കാം, ആൻഡ് ഗേറ്റിന് ഉണ്ടാക്കാം, എക്സോർ ഗേറ്റിന് ഉണ്ടാക്കാം, എക്സ്നോർ ഗേറ്റിന് ഉണ്ടാക്കാം.
ബാക്കിയുള്ള എല്ലാ ഗേറ്റ്സിനെയും നമുക്ക് എന്ത് വെച്ചിട്ട് ഈ യൂണിവേഴ്സൽ ഗേറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആ 2 ഗേറ്റിനെയും എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയും. ഓക്കെ, ആരൊക്കെയാണ്? നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ്. ഇനി നമുക്ക് നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നോക്കാം. ഓക്കെ, നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നൊക്കെ എഴുതി വെച്ചു. യൂണിവേഴ്സൽ ഗേറ്റ് വെച്ചിട്ട് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒരു ബോക്സിലാക്കി എഴുതിക്കോ. യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താ? നാൻഡ് ഗേറ്റ് ഉണ്ട്, നോർ ഗേറ്റ് ഒന്ന് ബോക്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആൻഡ് ഗേറ്റ് പ്ലസ് നോട്ട് ഗേറ്റാണ്. ഒരു ആൻഡ് ഗേറ്റ് പ്ലസ് നോട്ട് ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ആൻഡ് ഗേറ്റ് ചെയ്താ? ആൻഡ് ഗേറ്റ് പ്ലസ് നോട്ട് ഗേറ്റ് ആണ് ആര്? നാൻഡ് ഗേറ്റ്. ഇതിന് നമുക്കൊന്ന് ഇങ്ങനെ ആക്കി ചെയ്താൽ ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റിനൊരു ബബിൾ ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് നാൻഡ് ഗേറ്റ്. ഓക്കെ, അപ്പോൾ ആൻഡ് ഗേറ്റ് എന്ത് വരും? എ ബി എന്ന് പറയുമ്പോൾ എ ബി ബാർ അല്ലേ? സോറി, എ ബിനെ ഒരു നോട്ട് ഗേറ്റിലൂടെ കടത്തി പോകുമ്പോൾ എന്ത് വരും? എ ബി ബാർ എന്ന് വരും. അപ്പോൾ നമുക്ക് ആൻഡ് ഗേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? എ ബി ബാർ എന്ന് പറയാം. ഓക്കെ അല്ലേ? നമുക്കിതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ട്രൂത്ത് ടേബിൾ നോക്കാൻ സിമ്പിളാണ്. ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്കറിയില്ലേ? ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ അറിയാം. എന്താണ്? 0 0 0 1. ഇതിനെ കോംപ്ലിമെൻറ്റ് ചെയ്താൽ, അതായത് ആൻഡ് ഗേറ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാൻഡ് ഗേറ്റിൻ്റെ റിസൾട്ട് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ കോംപ്ലിമെൻറ്റ് 0 ഉള്ളതൊക്കെ 1 ആവും, 1 ഉള്ളതൊക്കെ 0 ആയി മാറും. അപ്പോൾ 0 ഉള്ളതൊക്കെ 1 ആയി, 1 ഉള്ളതൊക്കെ 0 ആയി. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ആൻഡ് ഗേറ്റിൻ്റെ റിസൾട്ട് കിട്ടി എ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. നമുക്ക് ഡി മോർഗൻസ് ലോ വെച്ചിട്ട് എ ബി ഹോൾ കോംപ്ലിമെൻറ്റിനെ എ ബാർ പ്ലസ് ബി ബാർ കൂടി എഴുതാം. അപ്പോൾ ഇത് രണ്ടും ആൻഡ് ഗേറ്റിൻ്റെ ഫങ്ഷൻസാണ്. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും ആൻഡ് ഗേറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എ ബി ഹോൾ ബാറും ഉണ്ടാവും, ഇതിൽ എ ബാർ പ്ലസ് ബി ബാർ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും കറക്റ്റ് ആൻസറാണ്. ഓക്കെ, ഇനി നോർ ഗേറ്റ് നോക്കാം. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർ അല്ലേ? ഓർ പ്ലസ് നോട്ട. അപ്പോൾ ഓർ ഗേറ്റ് നമുക്ക് എടുത്തു പ്ലസ് നോട്ട് ഗേറ്റ് അല്ലേ? അപ്പോൾ എ ബി ഓർ ഗേറ്റിലൂടെ കടത്തി വിട്ടാൽ എ പ്ലസ് ബി ആവും. അപ്പോൾ അത് നോട്ട് ഗേറ്റിലൂടെ കടത്തി വിട്ടാൽ എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെൻ്റ് ആവും. അപ്പോൾ നാൻഡ് ഗേറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെൻറ്റ്. നോർ ഗേറ്റ്, നാൻഡ് ഗേറ്റ് എന്താ? എ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതറിയാം എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെൻറ്റിന് നമുക്ക് എ ബാർ ബി ബാർ സെപ്പറേറ്റ് ബാറാണ്, ഇങ്ങനെ കൂടി എഴുതാം. ഓക്കെ, നമുക്ക് ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താ പറയുക അല്ലേ? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 വരും. ഓക്കെ, അപ്പോൾ നേരെ ഇനി ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താ? 1 ഉള്ളതൊക്കെ 0 ആയി മാറും, 0 ഉള്ളത് 1 ആവും. ഇതാണ് നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ലോജിക്കൽ ഔട്ട്പുട്ട് ഓഫ് നോർ ഗേറ്റ്. നോർ ഗേറ്റിൻ്റെ ലോജിക്കൽ ഔട്ട്പുട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നോർ ഗേറ്റിൻ്റെ ലോജിക്കൽ ഔട്ട്പുട്ട് പറഞ്ഞാൽ ഓർ ഗേറ്റ് എന്താ? ഇതാ ഈ സാധനം തന്നെ. നമ്മൾ എക്സാമിന് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓർ ഗേറ്റ് എ പ്ലസ് ബി ആണ്, അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും നോർ ഗേറ്റ് അല്ലേ? അപ്പോൾ എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെൻറ്റ്, ഓപ്ഷൻ എ കറക്റ്റാണ്. ഇനി വേറെ ഏതെങ്കിലും ഓപ്ഷൻ എ കറക്റ്റ് ആവോ? ഇത് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? എ ബാർ ഡോട്ട് ബി ബാർ, എ ബാർ ഡോട്ട് ബി ബാർ. അപ്പോൾ ഓപ്ഷൻ എ ആൻഡ് ബി കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതൊരു
നോട്ടാക്കിയിട്ട് ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുതി വെച്ചോ, കാണാതെ പഠിക്കും ചെയ്യാം കേട്ടോ. ഡിമോർഗൻസ് ലോ. ഓക്കെ, ഓക്കെ. വേറൊരു സംഭവമുണ്ട്, നമ്മൾ ഇൻവേർട്ടഡ് ഓർ ഗേറ്റ്, ഇൻവേർട്ടഡ് ആൻഡ് ഗേറ്റ്. ഇൻവേർട്ടഡ് ഓർ ഗേറ്റ്, ഇൻവേർട്ടഡ് ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പറഞ്ഞുതരാം. നമ്മൾ ഒരു ഓർ ഗേറ്റ് വെക്കുക, എന്തായാലും ഒരു ഓർ ഗേറ്റ് അല്ലത്. ഇൻവേർട്ടഡ് ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അതിൽ ഇൻപുട്ട് ഇൻവേർട്ട് ചെയ്യുക. ഇൻവേർട്ടഡ് ഇൻപുട്ട് ഓർ ഗേറ്റ്, ഇൻപുട്ടിനെ ഇൻവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിന് ഇൻവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻപുട്ട് എ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു നോട്ട് ഗേറ്റ് വെക്കുക. ഓക്കെ, ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് ഒരു ഇൻവേർട്ടഡ് ഓർ ഗേറ്റ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇൻവേർട്ടഡ് ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് എന്തിന് ഈക്വലൻ്റ് ആണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്ക് ഇപ്പോൾ A1 0 ആയിക്കോട്ടെ. 1 0 ഇതിലൂടെ കടത്തി വിട്ടാൽ 0 1 ആയി മാറി. അതൊരു ഓർ ഗേറ്റിലൂടെ കടത്തി വിട്ടാൽ 1 ആയി മാറി. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, എയും ബി തന്നെ. എ ഇൻവേർട്ടിലൂടെ കടത്തി വിട്ടാൽ എന്തായി, എ കോംപ്ലിമെൻ്റ് ആയി. ബി ഇൻവേർട്ടിലൂടെ കടത്തി വിട്ടാൽ ബി കോംപ്ലിമെൻ്റ് ആയി അല്ലേ. ഇനി അത് ഒരു ഓർ ഗേറ്റിലൂടെ കടത്തി വിട്ടാൽ എന്തായി, എ പ്ലസ് എ ബാർ പ്ലസ് ബി ബാർ എന്നായില്ലേ. അപ്പോൾ എ ബാർ പ്ലസ് ബി ബാർ എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വലൻ്റാ നോക്കിയാൽ നമ്മൾ പഠിച്ചില്ലേ. എ ബാർ പ്ലസ് ബി ബാർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് എ ബാർ പ്ലസ് ബി ബാർ നമ്മൾ പഠിച്ചത്? ഓക്കെ, എ ബാർ പ്ലസ് ബി ബാർ എന്ന് പറഞ്ഞാൽ എവിടെ, ഇവിടെ പഠിച്ചില്ലേ. ഞാൻ ഗേറ്റിന് ഇക്വലൻ്റ് ആണ് എ ബാർ പ്ലസ് ബി ബാർ. ഓക്കെ, അപ്പോൾ ഇൻവേർട്ടഡ് ഇൻപുട്ട് ഓർ ഗേറ്റിന് ഇക്വലൻ്റ് ആണ് ആര്, ഇൻവേർട്ടഡ് ഇൻപുട്ട് ഓർ ഗേറ്റിന് ഇക്വലൻ്റ് ആണ് ആര്, നാൻ ഗേറ്റ്. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനെ എന്ത് പറയുന്നു, ബബിൾഡ് ഓർ ഗേറ്റ് എന്ന് പറയും. ബബിൾഡ് ഓർ ഗേറ്റ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഇൻപുട്ട് ഓർ ഗേറ്റ് എന്ന് പറയും. ഇതുപോലെ നമുക്ക് എന്തുണ്ട്, ബബിൾഡ് ആൻഡ് ഗേറ്റ് ഉണ്ട്, അതിനെ ഇൻവേർട്ടഡ് ഇൻപുട്ട് ആൻഡ് ഗേറ്റ് എന്ന് പറയാം. എങ്ങനെ എഴുതാം നമുക്കപ്പോൾ, ഇൻവേർട്ടഡ് ഇൻപുട്ട് ഇങ്ങനെ പറയും. ഇത് ഈക്വലൻസ് എ ബി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും, എ ബാർ ബി ബാർ എന്ന് വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് എ ബാർ ബി ബാർ എന്ന് വരും. ഇത് എന്ന് പറഞ്ഞാൽ എന്താ, നോർ ഗേറ്റിന് ഇക്വലൻ്റാ അല്ലേ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബബിൾഡ് ആൻഡ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ഈക്വൽ ടു നോർ ഗേറ്റ്, ബബിൾഡ് ഓർ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഇൻപുട്ട് ഓർ ഗേറ്റ് ഈക്വൽ ടു നാൻ ഗേറ്റ്. ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് നാൻ ഗേറ്റ് റിക്വയർഡ് ടു ഗെറ്റ് ഫംഗ്ഷൻ ഓഫ് എൻ ഓർ ഗേറ്റ്? ഓക്കെ,
മിനിമം നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ് റിക്വയർഡ്, അത് നമ്മൾ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും വെച്ചിട്ട്, നാൻഡ് ഗേറ്റ് ആൻഡ് നോർ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഗേറ്റ്സും ഉണ്ടാക്കാം അല്ലേ. ബാക്കിയുള്ള എല്ലാ ഓർ ഗേറ്റ് ഉണ്ടാക്കാം, ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇതുകൊണ്ടാണ് ഈ നാൻഡ് ഗേറ്റിനെയും നോർ ഗേറ്റിനെയും നമ്മൾ എന്ത് പറയുന്നത്, യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എത്ര നാൻഡ് ഗേറ്റ് വെച്ചിട്ടാണ് നമുക്കൊരു ഓർ ഗേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക നോക്കാം. അതിനൊരു സർക്യൂട്ടുകളെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് പഠിച്ച് എഴുതുക. അതായത് ഇപ്പോൾ നമുക്ക് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഓർ ഗേറ്റിനെ ഉണ്ടാക്കണം അല്ലേ. ഇപ്പോൾ നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഓർ ഗേറ്റിനെ ഉണ്ടാക്കണമെങ്കിൽ ഞാനിവിടെ 3 1 2 3 നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തു. നോട്ട് ഗേറ്റ് നോക്കാം. അപ്പോൾ എനിക്ക് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് നോട്ട് ഗേറ്റ് ഉണ്ടാക്കണം. നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഒരു നോട്ട് ഗേറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ എനിക്ക് ഷോർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നോർ ഗേറ്റ് വെച്ചിട്ട് നോട്ട് ഗേറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ടുകളെ തമ്മിലൊന്ന് ഷോർട്ട് ചെയ്താൽ മതി. അതാണിത്. അപ്പോൾ 1 നാൻഡ് ഗേറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് നോട്ട് ഗേറ്റ് ഉണ്ടാക്കാം. നാൻഡ് ഗേറ്റിലോ നോർ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് നോട്ട് ഗേറ്റ് ഉണ്ടാക്കാം. ഒറ്റ ആൾ നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, എത്ര നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഒരു ഓർ ഗേറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഓർ ഗേറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട് എത്ര നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാം, 3. ഇനി എത്ര നോർ ഗേറ്റ് വെച്ചിട്ട് ഓർ ഗേറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട് ഉണ്ടാക്കാൻ പറ്റും, 2. 2 നോർ ഗേറ്റ് വെച്ചാൽ മതി. ഇനി നോർ ഗേറ്റ് ഇപ്പോൾ ഇത് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൽ എനിക്ക് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഓർ ഗേറ്റ് ഉണ്ടാക്കണം. അപ്പോൾ എത്ര നാൻഡ് ഗേറ്റ് വേണം, 2 ആണ്. ഓക്കെ, അതായത് നാൻഡ് ഗേറ്റും ഓർ ഗേറ്റും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഓക്കെ, സോറി, 3 ഓർ ഗേറ്റ് 3 നാൻഡ് ഗേറ്റ് വെച്ചിട്ട് നമുക്കൊരു ഓർ ഗേറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നോർ ഗേറ്റും ഓർ ഗേറ്റും തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നോർ ഗേറ്റ് വെച്ചിട്ട് 2 നോർ ഗേറ്റ് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഇയാളും ഇയാളും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ആൻഡ് ഗേറ്റ് ഉണ്ടാക്കണം. ഇതാ ഇയാൾ ഉണ്ടാക്കണം. അപ്പോൾ ഇവർ തമ്മിൽ ബന്ധമുണ്ടല്ലോ, അപ്പോൾ ഒരു 2 നാൻഡ് ഗേറ്റ് വെച്ചാൽ മതി. ഓക്കെ, നോർ ഗേറ്റ് വെച്ചിട്ട് എനിക്ക് ആൻഡ് ഗേറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് 3 ആൻഡ് ഗേറ്റ് വെച്ചാൽ മതി. ഓക്കെ, അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ് റിക്വയർഡ് ടു ഗെറ്റ് ഫംഗ്ഷൻ ഓഫ് ഓർ ഗേറ്റ്, എത്ര, 3 അല്ലേ. നാൻഡ് ഗേറ്റ് ഈസ് ഇക്വലൻ്റ് ടു നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻവേർട്ടഡ് ഇൻപുട്ട് ഓർ ഗേറ്റിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് ഇൻപുട്ട് ഓർ ഗേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവേർട്ടഡ് ഇൻപുട്ട് ഓർ ഗേറ്റ്. നാൻഡ് ഗേറ്റ് ദ ഔട്ട്പുട്ട് വിൽ ബി ലോ വെൻ ദ ഇൻപുട്ട്, എന്താണ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വിൽ ബി ലോ, ഔട്ട്പുട്ട് എപ്പോഴാണ് 0 ആവുന്നത് ചോദിച്ചിരിക്കണേ. നാൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് 0 ആവുന്ന കണ്ടീഷൻ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. ഇതാ 2 ഇൻപുട്ടും 1 ആവുന്ന കണ്ടീഷൻ മാത്രം. ആൻസർ എ. വിച്ച് ഗേറ്റ് ആക്ട് ആസ് യൂണിവേഴ്സൽ ഗേറ്റ്സ്, യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയി ആക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്, നാൻഡ് ഗേറ്റിന് ആക്ട് ചെയ്യുന്നുണ്ട്, നോർ ഗേറ്റ് അല്ലേ, നാൻഡ് ഗേറ്റ് നോർ ഗേറ്റ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ നാൻഡ് ഗേറ്റ് മാത്രമേ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ, 5th ക്വസ്റ്റ്യൻ. എനി ലോജിക് സർക്യൂട്ട് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് നാൻഡ് ഗേറ്റ്, ശരിയല്ലേ. നാൻഡ് ഗേറ്റ് വെച്ചിട്ട് ഏതൊരു സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, ശരിയാണ്. ഇംപ്ലിമെൻറ്റ് യൂസിങ് നോട്ട് ഗേറ്റ് പറ്റൂല, എക്സോർ ഗേറ്റ് പറ്റൂല, എക്സോർ ഗേറ്റ് എക്സ്നോർ ഗേറ്റ് ഒന്നും പറ്റൂല. ഇയാൾ മാത്രമേ ഉള്ളൂ എന്ത്, യൂണിവേഴ്സൽ ഗേറ്റ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാം വിച്ച് റെപ്രസെൻറ്റ് ദ ട്രൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടേക്ക് എ വരുന്നുണ്ട്, ബി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് അല്ലേ.
ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ ബാർ ബി ബാർ അല്ലേ, എ ബാറും ബി ബാറും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നേരെ വരുന്നത് എക്ക് ബിക്ക്, ഇപ്പോൾ എ ബി. ഓക്കെ, ഇയാൾ ആൻഡ് ഗേറ്റ് ആട്ടോ, നാൻഡ് ഗേറ്റ് ആണ്. ഓക്കെ, നാൻഡ് ഗേറ്റിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ വരിക? എയും ബിയും വന്നു കഴിഞ്ഞാൽ എ ബി ഹോൾ കോംപ്ലിമെൻറ്റ് അല്ലേ. അപ്പോൾ എക്ക് പകരം എ ബാർ ബി ബാർ എ ബി ഹോൾ കോംപ്ലിമെൻറ്റ് അല്ലേ. ഓക്കെ, നമുക്കറിയാം എന്താ ആൻസർ ആയില്ലേ? ആൻസർ ആയിട്ടില്ലല്ലേ? ഈ ഒരു സാധനം ആൻസറിൽ ഉണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ ആൻസറിൽ ഉണ്ടോ നോക്കുക. സോറി, നമുക്ക് നോക്കിയാ ഇവിടെ എ ബാർ ബി ബാർ സെപ്പറേറ്റ് കോംപ്ലിമെൻ്റ് അല്ലേ, നമുക്കിവിടെ സെപ്പറേറ്റ് കോംപ്ലിമെൻ്റ് ആക്കണ്ടേ? അതായത് എ ബാർ ബി ബാർ സെപ്പറേറ്റ് കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ആൻസറിൽ ആയില്ലേ? അതല്ലേ ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. എ ബാർ ബി ബാർ ഓക്കെ, എ ബാർ ബി ബാർ ഡോട്ട് എ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ഏതാ? വിച്ച് ഓഫ് ദ ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റഡ് ഇൻ ദി ഫോളോയിങ് ഫിഗർ. ഓക്കെ, ഈ ഒരു സർക്യൂട്ട് ഒരു നോർ ഗേറ്റിനെ നമ്മൾ എന്ത് ചെയ്ത് ഇൻപുട്ടുകൾ ഷോർട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? നോട്ട് ഗേറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എ കോംപ്ലിമെൻറ്റ് കിട്ടും, അതുപോലെ ബി കോംപ്ലിമെൻറ്റ് കിട്ടും. എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും നോർ ഗേറ്റിലൂടെ പോയാൽ എന്ത് കിട്ടും? എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് കിട്ടൂലേ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെൻറ്റിനെ നമുക്ക് എ ബാർ ബി ബാർ എന്ന് എഴുതാം. അപ്പോൾ അതുപോലെ എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എ ബി. ഓക്കെ, എ ഡബിൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ ആണ്, ബി ഡബിൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു ബി ആണ്. എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ് ഗേറ്റ് അല്ലേ. ആൻസർ എ. ഓക്കെ, 8th ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഗേറ്റ്സ് ടു ചെക്ക് വെദർ നമ്പർ ഈസ് വൺസ് ഇൻ എ ഡിജിറ്റൽ വേൾഡ്. ഈവൻ ഓർ ഓഡ് ചെക്ക് ചെയ്യുന്നത് ഏതാ? എക്സോർ ഗേറ്റ് അല്ലേ, നമ്മൾ പറഞ്ഞ എക്സോർ ഗേറ്റ്. വിച്ച് ഓഫ് ദ ഗേറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ടു പാരിറ്റി ജനറേഷൻ. പാരിറ്റി ജനറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഓടും ഈവനും ചെക്ക് ചെയ്തിട്ടാണ് ഈവൻ പാരിറ്റി ഓഡ് പാരിറ്റി കാണാം. അഗെയിൻ എക്സോർ ഗേറ്റ്. ഹൗ മെനി ആൻഡ് ഗേറ്റ്സ് റിക്വയർഡ് ടു റിയലൈസ് 10th ക്വസ്റ്റ്യൻ നോക്കാം. How many AND gates required to realize the function y equal to CD plus EF plus G. ഓക്കെ, അപ്പോൾ ഇവിടെ നേരെ ഇതിലേക്ക് നോക്കിയാൽ തന്നെ ജിക്ക് നമുക്ക് സെപ്പറേറ്റ് ഒരൊറ്റ ലൈനാക്കി എടുക്കാം ജി. ഇനി സി ഡി ഒരു ആൻഡ് ഗേറ്റ് വെച്ചിട്ട് സി ഡി ആക്കി കൂടെ, സി ഡി. നെക്സ്റ്റ് വേറെ ആൻഡ് ഗേറ്റ് ഇ എഫ്. ഓക്കെ, ഇവർ തമ്മിൽ എന്തായത് ഓർ ഗേറ്റ്. ഇവിടെ എന്ത് കിട്ടും? സി ഡി പ്ലസ് ഇ എഫ് കിട്ടും. നെക്സ്റ്റ് ഓർ ഗേറ്റ് വെച്ചാൽ ആൻസറായി. ഓക്കെ, ഇവിടെ നോക്കാം. ഒരു ആൻഡ് ഗേറ്റ്, രണ്ട് ആൻഡ് ഗേറ്റ്. ആൻസർ ഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ഒരു ബൂളിയൻ ലോസ് ഉണ്ട് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡി മോർഗൻസ് ലോ ഒക്കെ ഉണ്ടല്ലോ, എ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ. ഇതുപോലെയുള്ള കുറച്ച് ബൂളിയൻ ലോസ് ആണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാതെ പഠിക്കുക. അതിൽ ഐഡൻറ്റിറ്റി ലോ, നൾ ലോ, ഐഡംപൊട്ടൻറ്റ് ലോ, ഇൻവേഴ്സ് ലോ, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റ്, ഡിസ്ട്രിബ്യൂട്ടീവ്, അബ്സോർപ്ഷൻ ലോ, ഇത്ര ലോകളാണുള്ളത്. ഈ ലോകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക?
ഈ സർക്യൂട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പിനേഷണൽ സർക്യൂട്ടും സീക്വൻഷ്യൽ സർക്യൂട്ടും നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റിൽ നമുക്ക് എന്ത് പഠിക്കാം? ബൂളിയൻ സിംപ്ലിഫിക്കേഷനും കെ മാപ്പും ബൂളിയൻ സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോർണോഫ് മാപ്പ് എന്ന് പറയും. ഓക്കെ.